ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞായറാഴ്ചയായിട്ട് രാവിലെ എല്ലാവരും കൂടെ മീൻ മേടിക്കാൻ പോയിട്ടോ. ഇവിടെ ഞായറാഴ്ച മാത്രമേ നമുക്ക് കടൽ മീനൊക്കെ കിട്ടത്തുള്ളൂ. പിന്നെ തോട്ടുമീനായിട്ട് ചെറിയ മീൻ മേടിച്ചിട്ടോ. ഇവിടുത്തെ വലിയ മീനൊന്നും ഞങ്ങൾ മേടിക്കാറില്ല. മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടേസ്റ്റ് നമുക്ക് പിടിക്കത്തില്ല കേട്ടോ. കയ്പും അങ്ങനത്തെ ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഈ ചെറിയ മീനൊക്കെ മേടിച്ചിട്ടൊന്ന് വെട്ടാൻ തുടങ്ങി കേട്ടോ. കാപ്പുടിയൊക്കെ കഴിഞ്ഞിട്ട് തുടങ്ങിയത്. അപ്പോൾ ഞാൻ മീൻ പെട്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോബിയോടെ ഒന്ന് സഹായിച്ചു തന്നെ മീനൊക്കെ വെട്ടി തന്നു. പിന്നെ കുറേ സമയം വെട്ടി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അവിടെ ഇരുന്ന് വെട്ടാൻ തുടങ്ങിയപ്പോഴത്തേനും ജോബിയാണെങ്കിൽ മത്തി വെട്ടാൻ തുടങ്ങിയിട്ടോ. ഒന്നുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ മേടിച്ച് ഞാൻ വെട്ടിയിട്ടോ. മത്തിയെല്ലാം വെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ചെമ്മീനുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ചെമ്മീൻ കിട്ടിയപ്പോഴത്തേനും നിങ്ങൾ ചെമ്മീൻ എന്നാണോ കൊഞ്ചാണെന്നോ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ചെമ്മീൻ എന്നാണ് പറയുക. പിന്നെ ഇത് ഒരുപാട് വലുതിന് മാത്രമേ കൊഞ്ചെന്ന് പറയാറുള്ളൂ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനതൊക്കെ എടുത്ത് കാണിക്കണം കേട്ടോ. ലച്ചുവിന് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത് മേടിക്കുന്നത്. പ്രാവശ്യം എന്തായാലും ഇത്തിരി വലുതാണ് കിട്ടിയത്. പിന്നെ എല്ലാ മീനും വെട്ടി വൃത്തിയാക്കി ഓരോ ബോക്സിനകത്തൊക്കെ ആക്കിയിട്ട് ഫ്രീസറിലെടുത്ത് വയ്ക്കുക ചെയ്യാറ്. കാരണം ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്കിന് ഞങ്ങൾക്ക് ഇടയ്ക്ക് കറി വെക്കാനായിട്ടാണ്. ജോലിക്ക് വന്നുകൊണ്ട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ഇവിടെ ഭയങ്കര ഈച്ചശല്യമാണ് കേട്ടോ. ഈച്ചേനെയൊക്കെ ഇവിടെ ഓടിച്ചിട്ടിട്ട്, അതായത് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തുടങ്ങിയത് രണ്ടാമത് കുക്കിങ്ങൊക്കെ. പിന്നെന്താണെന്ന് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മീനെടുത്തിട്ട്, ചെറിയ മീനെടുത്ത് മാങ്ങയിട്ട് തേങ്ങ അരച്ചിട്ടൊക്കെ കറി ഉണ്ടാക്കി കേട്ടോ. ഞാൻ മേടിച്ചിട്ട് വന്ന മാങ്ങയ്ക്ക് പുളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പുളി, നമ്മുടെ കുടംപുളിയും കൂടി ഇട്ടാണ് കേട്ടോ കറി വെച്ചത്. പിന്നെ ലെറ്റൂസിന് വേണ്ടിയിട്ട് കുറച്ച് ചെമ്മീനും പിന്നെ മത്തി, പിന്നെ ചെറിയ മീനില്ലേ അത് നാളത്തേക്ക് കൂടെ വേണ്ടിയിട്ടായിട്ട് വറുത്തൊക്കെ വെച്ചു കേട്ടോ. ഇതെല്ലാം എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറുണ്ടപ്പോഴത്തേനും ഞായറാഴ്ചയായിട്ട് 3 മണിക്കാണ് കേട്ടോ ഞങ്ങൾ ചോറുണ്ടത്. ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേനും ഇവിടെ ഭയങ്കര മഴയായി. അതുകൊണ്ട് ഇന്ന് പുറത്ത് പോകാനൊന്നും പറ്റിയില്ല. അപ്പം നിങ്ങൾ ഞായറാഴ്ചയായിട്ട് എന്തൊക്കെയാണ് ചെയ്യാറ്? ഞങ്ങൾക്കിവിടെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങ് പോകാനൊന്നുമില്ല. മിക്ക എല്ലായിടത്തും പോയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ എങ്ങും യാത്ര പോകാറൊന്നുമില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ പോകും. പിന്നെ ലുലു മാളിലൊക്കെ പോകും. എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് ലുലു മാളിൽ പോകുന്നത്. സാധനങ്ങൾ, പച്ചക്കറി, നമ്മുടെ നാട്ടിൽ വരുന്ന സാധനങ്ങളൊക്കെ മാത്രമേ മേടിക്കാറുള്ളൂ കേട്ടോ. അല്ലാത്തതിനൊക്കെ ലുലു മാളിൽ ഭയങ്കര വില കൂടുതലാണ്. മീനൊന്നും അവിടെ അത്ര വലിയ ഫ്രഷായിട്ട് തോന്നാറില്ല. എപ്പോഴെങ്കിലും നല്ലത് കിട്ടിയാൽ മാത്രമേ മേടിക്കാറുള്ളൂ. ഇവിടുത്തെ മാർക്കറ്റിൽ ഇതൊക്കെ കിട്ടത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ മീനൊന്നും കിട്ടത്തൊന്നുമില്ല. കിട്ടുന്നതൊക്കെ മേടിച്ച് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഞായറാഴ്ച അതുകൊണ്ട് തന്നെ റെസ്റ്റ് കിട്ടാറൊന്നുമില്ല. ജോലിയില്ല, ജോലിക്ക് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച ദിവസം നല്ല പണിയാണ് വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ. പിന്നെ ലെറ്റൂസിനെ പഠിപ്പിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ് തള്ളി നിൽക്കുന്നത്. ഇതെല്ലാം ഫ്രീസറിലെടുത്ത് വെച്ചിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോഴൊക്കെ കുക്ക് ചെയ്യുന്നു. ദിവസം പിന്നെ അവൾക്ക് അവളുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നാട്ടിൽ പോകാൻ സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് വരുമ്പോഴത്തേനും മീനൊക്കെ കാണുമ്പോൾ കൊതിയാവും കഴിക്കാനായിട്ട്. എല്ലാം മേടിക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷനായി പോയി നാട്ടിൽ വന്ന സമയത്ത്. അമ്പലത്തിലൊക്കെ പോകാനുള്ളത് കൊണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഇത്രയ്ക്ക് കിട്ടത്തുള്ളൂ. ഇടയ്ക്ക് കിളിമീനും അയലൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഇവിടെ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടാൽ പിന്നെ അയലയൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ കുക്കിങ്ങൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം.